ഇറ്റ്സ് എ ജെൻസി ലാംഗ്വേജ്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എന്നിട്ട് ഞാൻ പറഞ്ഞതല്ല, നീ ഒന്ന് പ്രോപ്പർലി ഒന്ന് സംസാരിച്ചേ എന്ന് ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് പറയാ, അപ്പം ഐ തിങ്ക് യു നീഡ് ടു അപ്ഗ്രേഡ് ലിറ്റിൽ മോർ. യെസ്, you need to be in your main character energy, Jog. ടീനേജർ എന്ന് പറയുമ്പോൾ ജെൻസിയാണ്. ഈവൻ ദോ ദേ സ്പീക്ക് ഇംഗ്ലീഷ് ഓർ മലയാളം, അവരുടെ ലാംഗ്വേജ് ഡിഫറെന്റ് ആണ്. അറിയാവോ? എനിക്കറിയാം ജെൻസി സ്ലാങ്. I know Gen-Z slang really well. Riz, slay, main character energy, 8 and left no crumbs. 6-7. Yes, all of that is Gen-Z. Aura. Pookie. Yes. പേരൻസ്, ഡിയർ ടീനേജേഴ്സിന്റെ പേരൻസ്, ഇത് കേട്ടോ, ഇതെല്ലാം കാണാൻ പഠിച്ചു വെക്കണം. അവരോട് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ആക്ച്വലി. ദർ ഈസ് നോ സ്പെഷ്യൽ മീനിങ് ഫോർ ദിസ് വേർഡ്. ഇത് ഡിക്ഷണറി നോക്കാൻ 6-7 ഇല്ല, ഒരു മീനിങ്ങും ഇല്ല. ആക്ച്വലി 6-7 എങ്ങനെ ഇത്രയും പ്രോമിനൻ്റ് ആയി ചോദിച്ചാൽ 6-7 ഒരു സാധനമായി വന്നൊരു ട്രെൻഡിയായി. ആ സമയത്ത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ്, പുള്ളിക്കാരൻ വേറെ എന്തോ പറഞ്ഞ 6-7 എന്ന് പറഞ്ഞു, അതോടെ അങ്ങ് ഹിറ്റായി. ഈയിടെ ജോഷ് ടീനേജറാണല്ലോ, ജോഷ് വന്നിട്ട് എന്തോ പറഞ്ഞപ്പോഴത്തേന്, ഡാഡ് യു ഡോണ്ട് ഹാവ് ദാറ്റ് ഓറ, ഇങ്ങനൊക്കെ. എന്തുവാണ് ഇത്? ഇറ്റ്സ് എ ജെൻസി ലാംഗ്വേജ്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എന്നിട്ട് ഞാൻ പറഞ്ഞതല്ല, നീ ഒന്ന് പ്രോപ്പർലി ഒന്ന് സംസാരിച്ചേ എന്ന് ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് പറയാ, അപ്പം ഐ തിങ്ക് യു നീഡ് ടു അപ്ഗ്രേഡ് ലിറ്റിൽ മോർ. യെസ്, you need to be in your main character energy, Jog. അതും ജെൻസിയാണ്. എനിക്ക് എക്സ്പ്രഷൻ കണ്ടു.